ഓയിസ്ക ഇന്റർനാഷണൽ വടകര ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോസം ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് ഔഷധ സസ്യപരിപാലനത്തെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുതുപ്പണം വെളുത്തമല KKPCGM കളരി സംഘം KV മുഹമ്മദ് ഗുരുക്കൾ ക്ലാസ് നടത്തുകയും ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഔഷധ ചെടികൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഹെറിറ്റേജൽ മരുന്നുകൾ, ഔഷധങ്ങൾ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല എന്നും ഈ കൊണ്ടുവന്ന മരുന്നുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കിവിടെ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം ഈ ക്ലാസ് കൊണ്ട്. നല്ല കുട്ടികളായി ഭാവിയിൽ ഈ ഔഷധങ്ങളെ പറ്റി ഇവിടെ ഒരു പഠനം നടത്തുന്ന രീതിയിലേക്ക്, റിസർച്ച് നടത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ മരുന്നുകളിലും നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി എല്ലാ ജീവജാലങ്ങളും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പശു എന്താണ് പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടി? കുട്ടിക്കൊടുക്കുന്ന പാലും കൂടി നമ്മൾ കഴിക്കുക അല്ലേ? നല്ല രസം ഉണ്ടാവും, ഇതുണ്ടാവും. പിന്നെ എന്ത് ചെയ്യുന്നത്? അതിന്റെ പഞ്ചഗവ്യം എന്ന് പറയും. ഈ പശുവിന്റെ മൂത്രം, അതിന്റെ മലം, അതിന്റെ പാല്, എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഇതാണ് പനിക്കൂർക്കില. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്തിക്കൂ. വെരി ഗുഡ്, എല്ലാവരും കണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ പനിക്കൂർക്കില എന്നെങ്കിലും അമ്മമാർ തന്നിട്ട് കഴിച്ചവരുണ്ടെങ്കിൽ കൈവന്തിക്കും. ഇത്രയും മക്കള് പനിക്കൂർക്കില കഴിച്ചിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. കൈവരുമ്പോൾ കഴിച്ചു. എന്തിനാണ് കഴിച്ചത്? എന്തിനാ കഴിച്ചത്? അപ്പോ ഈ പനിക്കൂർക്കില കഴിക്കേണ്ടത് കൽക്കണ്ടി അല്ലെങ്കിൽ തേൻ. ഇതിന് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് കഫത്തിനാണ് നമ്മൾ ആദ്യം കഴിക്കുക. മനസ്സിലായോ? കഫത്തിനാണ് ഇതാദ്യം കഴിക്കുന്നത്. പിന്നെ പനി വന്നാൽ പനിക്കും ചെറിയ മക്കൾക്ക് തേനിലോ കൽക്കണ്ടിയിലോ ചേർത്തുകൊണ്ട് നാവിൽ വെച്ചു കൊടുക്കാറുണ്ട്. ചെറിയ മക്കൾക്ക് വരെ വെച്ചു കൊടുക്കാറുണ്ട്. കഫത്തിന് ബുദ്ധിമുട്ടിന് ചെറിയ പ്രായത്തിൽ അമ്മമാർ ചെയ്യുന്ന ഒറ്റമൂലി ചികിത്സയിൽപ്പെട്ട അല്ലെങ്കിൽ പാരമ്പര്യ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു ഔഷധമാണ്. HM ഇന്ദിര ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാനേജർ വിലാസിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഓയിസ്ക വടകര ചാപ്റ്റർ സെക്രട്ടറി KM ബാലകൃഷ്ണൻ, മദർ PTA പ്രസിഡന്റ് സൗമ്യ, സ്കൂൾ സീഡ് കോർഡിനേറ്റർ ലീന ടീച്ചർ, ഓയിസ്ക മെമ്പർമാരായ PP രാജൻ, ഹേമചന്ദ്രൻ, ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഫാർമസി ഡിസ്ട്രിബ്യൂട്ടറും നഴ്സിംഗ് അസിസ്റ്റന്റുമായ KR മനോജ്, സോന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പത്മനാഭൻ C നന്ദി പറഞ്ഞു. ഈ ഒരു ഡസ്റ്റ് പെയിന് 15 രൂപയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിന് വെറും 25. ഈ ഒരു അടിപൊളി ബക്കറ്റിനൊക്കെ വെറും 99 കൊടുത്താൽ മതി. ഈ ഒരു മഗ്ഗിന് വെറും 10 രൂപ കൊടുത്താൽ മതി. അയാളൊക്കെ വെറും 65 ഉള്ളൂ. മാറ്റിനൊക്കെ വെറും 25 രൂപ കൊടുത്താൽ മതി. 20 വാൾട്ടിന്റെ ലൂക്കർ ട്യൂബിന് വെറും 99. 9 വാൾട്ടിന്റെ LED ബൾബിന് വെറും 35 ഉള്ളൂ. നമ്മളെ വടകര കോടതിക്ക് തൊട്ടടുത്തായിട്ട് പഴയ ഇമ്പീരിയൽ ഹോട്ടൽ ഒരു വലിയ ഇമ്പീരിയൽ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് മാത്രമായിട്ട് ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരു മാസത്തേക്കാണ് ഇമ്പീരിയൽ സ്റ്റോർ നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സുകൾ നൽകാൻ പോകുന്നത്. 3 പീസ് കണ്ടെയ്നറൊക്കെ വെറും 199 കൊടുത്താൽ മതി. അവർക്ക് 269 ആണെങ്കിൽ ഫ്രൈ പാൻ വെറും 299. ഈ ഒരു ബാത്റൂം ബ്രഷിന് 30 രൂപയുള്ളൂ. 5 ലിറ്ററിന്റെ ഹാൻഡ് വാഷ് എടുക്കുകയാണെങ്കിലും ഡിഷ് വാഷ് എടുക്കുകയാണെങ്കിലും വെറും 99. 3 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും 2 പീസ് കണ്ടെയ്നർ എടുക്കുകയാണെങ്കിലും വെറും 99. ഈ ഒരു ബാറ്ററി വാട്ടറിനൊക്കെ വെറും 65 ഉള്ളൂ. അപ്പച്ചട്ടിക്ക് 229. 2 കാസറോളിന് വെറും 575 കൊടുത്താൽ മതി. 10 ലിറ്റർ ബിരിയാണി പോട്ടിന് വെറും 1049. സെല്ലോന്റെ പ്ലേറ്റിലൊക്കെ വെറും 55 കൊടുത്താൽ മതി. 23 പീസ് ഡിന്നർ സെറ്റിന് വെറും 1249. 60 രൂപക്കാണ് ജഗ്ഗൊക്കെ കൊടുക്കുന്നത്. 2 ബർണർ ഗ്ലാസ് ടോപ്പ് ഗസ്റ്റ് സ്റ്റോവിനൊക്കെ വെറും 1199 കൊടുത്താൽ മതി.